വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മളൊരു ഈസി ടേസ്റ്റി തൈര് കൊണ്ടുണ്ടാക്കുന്ന ദഹി ചിക്കനാണ് ഉണ്ടാക്കാൻ പോണേ. ഇതിന് വേണ്ടി ഒരു പാൻ എടുത്ത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്ത് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ കൂടെ ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ്സ് വറുത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്യണേ. ഇത് നമ്മൾ നല്ലോണം വഴറ്റി ഒരു 4-5 മിനിറ്റ്സ് ഇത് സോഫ്റ്റ് ആൻഡ് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നല്ലോണം വഴറ്റണം. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സ്റ്റേജിൽ. ഇത് സവോള വേഗം വഴന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഉപ്പിടുമ്പോഴത്തേക്ക്. ഇനി നല്ലോണം വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് 2ആയിട്ട് അരിഞ്ഞത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യണത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫ്രഷ് ആയിട്ട് ചതച്ചെടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ പാക്കറ്റിൽ നിന്ന് മേടിച്ചാൽ അതിൽ വിനീഗർ ഉണ്ടാവും, അപ്പോൾ പുളി ഉണ്ടാവും. ഈ ഡിഷിൻ്റെ പുളി കൂട്ടും അത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണേ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം വഴറ്റി കൊടുക്കണം. ഈ മസാലയൊക്കെ നല്ലോണം വെന്ത് കിട്ടണം. ഒരു 3-4 മിനിറ്റ് നല്ലോണം വഴറ്റണം. ഈ മസാല നമ്മൾ കുക്ക് ചെയ്യുന്നത് ഈ ഡിഷിൻ്റെ ടേസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഇനി നമ്മൾ ഗ്യാസ് ലോയിൽ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ തൈര് നല്ലോണം അടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. തൈര് ഇടുമ്പോഴത്തേക്ക് പിന്നെ നല്ലോണം വേഗം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതൊരു 3-4 മിനിറ്റ് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എണ്ണ റിലീസ് ചെയ്യുന്ന കാണാം. അപ്പോൾ ഈ മസാല നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 3-4 മിനിറ്റ് നല്ലോണം വഴറ്റുക. ഈ ചിക്കൻ നല്ലോണം ഈ മസാലയിൽ കോട്ട് ചെയ്യുക. ആൻഡ് ഈ ചിക്കൻ്റെ ഈ പിങ്ക് കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളർ ആവുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇനി ഈ ചിക്കൻ ഒരു വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എപ്പോഴും ഇങ്ങനെ ഗ്രേവിയൊക്കെ ചെയ്യുമ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്രേവിക്കും ഒരു തിക്നെസ് കിട്ടും. ആൻഡ് ഇങ്ങനെ വെള്ളവും കഷ്ണവുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കില്ല. നല്ലോണം യോജിച്ച് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും നമുക്ക്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലോണം കുക്ക് ചെയ്യും ചിക്കൻ നല്ലോണം വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് തുറന്നിട്ട് ഒരു 10 കാഷ്യൂവിൻ്റെ പേസ്റ്റും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണത്. കാഷ്യൂ നമ്മളൊരു 10-15 മിനിറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നല്ലോണം അത് അരച്ചെടുക്കണം, ഒരു തരിയൊന്നും ഇല്ലാണ്ട്. ഇതൊരു നല്ല റിച്ച് ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ ആഡ് ചെയ്യും നമ്മുടെ കറിക്ക്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ മുകളിൽ ഒരു ഡാർക്ക് ഓയിലി ഇത് കിട്ടും. അപ്പോൾ നമ്മുടെ ഡിഷ് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുക. ഇത് ചപ്പാത്തി, റൈസ് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു ഡിഷാണ്. അധികം ഗ്രേവി ഇല്ലാത്തൊരു ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.